കരുവന്നൂർ കള്ളപ്പണ ഇടപാടു കേസിൽ സിപിഎം നേതാക്കൾ ഹാജരായി. സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസും മുൻ എം പി കെ ബിജുവുമാണ് ഇന്ന് ഹാജരായത്. കരുവന്നൂരിലെ ലോക്കൽ കമ്മിറ്റി അക്കൗണ്ടുകളെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് എം വർഗീസ് പറഞ്ഞു. അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഇഡിയോട് പറയാൻ സാധിക്കുകയുള്ളൂ. പുറത്തുശ്ശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉള്ള വിവരം തനിക്കറിയില്ല. തുടർച്ചയായി വിളിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. പാർട്ടിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ സുതാര്യമാണ്. അവയ്ക്കൊക്കെ രേഖകളുണ്ടെന്നും എം വർഗീസ് പറഞ്ഞു. എന്താണ് അവർ ഉദ്ദേശിച്ചത്? രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയാണല്ലോ. നമ്മള് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇഡി മാത്രമല്ല ഇപ്പൊ ആദായ നികുതി അവരും അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അക്കൗണ്ടുകളെല്ലാം ക്ലിയർ ആണ്. അതിന്റെ റിട്ടേൺസ്, വാർഷിക റിട്ടേൺസ് നമ്മൾ ആദായ നികുതി വകുപ്പിന് കൊടുത്തിട്ടുണ്ട്. അവരത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആണ്. എന്തേ വെളിപ്പെടുത്താത്ത അക്കൗണ്ട്? നമുക്ക് അങ്ങനെ വെളിപ്പെടുത്താത്ത ഒരു അക്കൗണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റിക്കാർക്കുള്ള അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇഡിക്ക് അന്വേഷിച്ച് നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ സ്വത്തുക്കളൊന്നും മറച്ചു വെക്കാൻ കഴിയോ? ഭൂമിക്ക് അതിന്റെ രജിസ്ട്രേഷൻ ആധാരമില്ലേ? കെട്ടിടങ്ങൾ ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വസ്തുണ്ട്. പാർട്ടിക്ക് അതിന്റെ സ്വത്തുണ്ട്. അത് മറച്ചു വയ്ക്കാൻ കഴിയും? നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതല്ല. പ്രതിപക്ഷത്തെ പൊതുവിൽ രാജ്യത്ത് വേട്ടയാടുന്ന ഒരു നിലയാണ് ഇടതുപക്ഷത്തെ കേരളത്തിൽ. വളരെ ബോധപൂർവമല്ലേ അത്? വളരെ ബോധപൂർവമാണ്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ സിപിഎം ഇന്ന് വൈകിട്ട് തൃശൂർ ജില്ലയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. LDFന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ ലോക്കൽ കേന്ദ്രങ്ങളിലും പ്രതിഷേധ